സ്വാമി ശരണം. നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതുപോലെ അത്യന്തം ഭയാനകമായ ഒരു സാഹചര്യമാണ് ശബരിമലയിൽ സംജാതമായിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിഞ്ഞാന്ന് തന്നെ ഇത്തരം വിവരങ്ങൾ വ്യാപകമായി ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി മിനിഞ്ഞാന്ന് സന്നിധാനത്തേക്ക് വന്നത്. ഇന്നലെ നിലക്കലും പമ്പയിലും പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉച്ചയോടുകൂടി സന്നിധാനത്ത് വന്നത്. സന്നിധാനത്തെയും വ്യത്യസ്ത ഭാഗങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ഭയാനകമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മിനിഞ്ഞാന്ന് രാത്രി മുതൽ പമ്പയിലും ഈ സ്ഥിതി തന്നെയാണുള്ളത്. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് ശബരിമലയിൽ അസാധാരണമായൊരു സാഹചര്യമൊന്നുമല്ല. പക്ഷെ 12 മണിക്കൂറിലധികം ക്യൂവിൽ നിൽക്കേണ്ടി വരിക എന്നുള്ളത് അത്യസാധാരണമാണ്, അപൂർവമാണ്, വളരെയധികം മനുഷ്യാവകാശ ലംഘനവുമാണ്. കാരണം അത്രയും നേരം ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് മാനുഷികമായ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കില്ല. അവർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രാണവായു പോലും കിട്ടാത്ത രീതിയിലുള്ള അത്യപൂർവമായ തിരക്കായിരുന്നു. കുടിവെള്ളമില്ല, മറ്റ് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇത്തരം സാഹചര്യത്തിലാണ് പമ്പയിൽ നിന്നും മരക്കൂട്ടത്തിൽ നിന്ന് പോലും അവിടെ എത്തിയിട്ട് പോലും പിഞ്ചു കുഞ്ഞുങ്ങളുമായൊക്കെ ദർശനത്തിന് വന്നവരുൾപ്പെടെ, പ്രായമായവരുൾപ്പെടെ നിന്ന് മടുത്താണ്. ആയിരക്കണക്കിന് ആളുകൾ ദർശനം കിട്ടാതെ, അഭിഷേകം നടത്താതെ, വ്രതഭംഗത്തോടുകൂടി മലയിറങ്ങി പമ്പയിലും പമ്പാഗണപതി ക്ഷേത്രത്തിലും നിലക്കൽ മഹാദേവ ക്ഷേത്രത്തിലും കുറേ പേര് പന്തളത്തുമെല്ലാം ചെയ്ത് ചെന്ന് അഭിഷേകം നടത്തി തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശബരിമലയുടെ ഉത്സവം, അത് മണ്ഡലകാല ഉത്സവമാണെങ്കിലും മകരവിളക്കാണെങ്കിലും അത് നിശ്ചിത തീയതിയുണ്ട്. ആ തീയതിക്ക് തന്നെ കൃത്യമായി ആരംഭിക്കുന്നതാണ്. അങ്ങനെ ആരംഭിക്കുന്ന ഉത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ, വേണ്ട ആസൂത്രണങ്ങൾ നേരത്തെ പൂർത്തിയാക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി വലിയ തയ്യാറെടുപ്പുകൾ ദേവസ്വം ബോർഡ് നടത്തിയെന്നാണ് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ആ അവകാശവാദങ്ങളെല്ലാം തീർത്തും പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കടുത്ത അലംഭാവമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലക്കലിൽ അതാണ് ബേസ്മെൻ്റ് ഏരിയ ഫസ്റ്റ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന, ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ജീവനക്കാർ 4000 ബസ് പാർക്ക് ചെയ്തു എന്നാണ് ഇന്നലെ കണ്ടത്. അതിലെ ജീവനക്കാർ, മറ്റു വാഹനങ്ങളിലുള്ളവർ, അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ മറ്റ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ, അവർ അങ്ങനെ വരുന്നവർ തന്നെ 10,000 കണക്കിന് വരെ വരും. അവർക്കെല്ലാം പ്രാഥമിക സൗകര്യത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പോലും അവിടെയില്ല. അവിടെയാണ് ഇത്രയും പേര് വന്നിറങ്ങുന്ന ഒരു സ്ഥലത്ത് കുടിവെള്ളം കൊടുക്കാനോ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനോ ഉള്ള ഒരു കാര്യവും ഏർപ്പെടാതെ ആകെ ഒരു 2000-3000 പേര് വന്നാൽ ചെയ്യാനുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് വ്യാപകമായ പരാതിയാണ്. അത് ഇതിനകത്തുള്ളവരും പരാതി പറയുകയാണ്. ദേവസ്വം ബോർഡിലെ ആളുകൾ പരാതി പറയുന്നു, പോലീസുകാർ പരാതി പറയുന്നു, ഞങ്ങൾക്ക് ഇതിനൊന്നുള്ള സൗകര്യം കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പമ്പയിലാണെങ്കിൽ അവിടെ ക്യൂവിൽ കയറ്റി നിർത്തിയിട്ട് എത്രയോ മണിക്കൂറുകൾ നിർത്തുകയാണ്, സന്നിധാനത്തേക്ക് കടത്തിവിടാതെ. മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നലെ 10,000 പേര് വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് ചെയ്തു. പക്ഷേ 35,000 പേരാണ് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവർ ഇന്നലെ മല കയറിയത്. അല്ലാത്ത കുറച്ച് പേര് കയറിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും സ്പോട്ട് ആയിട്ടുള്ള ഒരു 10-15 പേര്, 15,000 പേര് അങ്ങനെയും കയറിയിട്ടുണ്ടാവും. എന്തായാലും സിവിൽ ദർശനം ഉൾപ്പെടെ പരമാവധി വന്നാൽ ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണം ഇവിടുത്തെ കണക്ക് പ്രകാരം തന്നെ 55,000-ൽ താഴെയാണ്. അപ്പോൾ ഇന്നലെ ഏകദേശം 24 മണിക്കൂറും എന്ന് പറഞ്ഞതുപോലെ 18 പടി കയറ്റുകയുണ്ടായി.
കാരണം ദർശനമില്ലാത്ത സമയത്തും കയറ്റുകയുണ്ടായി. അവരെ മേലെ ഹോൾഡ് ചെയ്ത് നിർത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് ഇന്നലെ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടത്, മിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ വരെ എന്തുകൊണ്ടാണ് ഒരു തിരക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. ഇത്രയും ഭക്തന്മാരെ കയറ്റാൻ വേണ്ടി അതൊരു സാധാരണയായിട്ടുള്ള ഒരു സംഖ്യയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും ഉൾപ്പെടെ പോലീസിൻ്റെയും കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 പേരൊക്കെ കയറുന്നുണ്ട് മിനിറ്റിൽ. ഏറ്റവും ചുരുങ്ങിയ 4000 പേര് കയറുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. 4000 പേര് കയറുന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും 1,00,000-ത്തിനടുത്ത ആളുകൾക്ക് 18-ാം പടി കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്നിട്ടും ഈ 10,000-55,000 ആളുകൾ മാത്രം പടി കയറിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിരക്ക്, ഇത്രയും മണിക്കൂറുകൾ അവർക്ക് നിൽക്കേണ്ടി വന്നത് എന്നുള്ളത് ദുരൂഹം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തിയേ പറ്റൂ. കാരണം 41 ദിവസത്തെ വ്രതമെടുത്ത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇത്രയും കഷ്ടപ്പെട്ടു വരുന്ന ഭക്തർക്ക് അവരുടെ ജീവിതാഭിലാഷം എന്ന പോലെ അവർ വരുന്ന ഒരു ദർശനം, ഒരു സെക്കൻഡിൻ്റെ 1000-ൽ 1 സമയത്ത് ഭഗവാൻ എന്ന് നോക്കിക്കാണാനുള്ള ഒരു അവസരം പോലും നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ വിശ്വാസത്തോടുള്ള അനാദരവാണ്, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമാണ്. അത് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം എന്ന് പറഞ്ഞിട്ടും നിഷേധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ഭക്തരുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുകയല്ലല്ലോ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം. അവർക്ക് സുഖദർശനവും അവർക്ക് ഇവിടെ വന്ന് ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. സംഭവിച്ചത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം, അതിനാരാണ് ഉത്തരവാദി എന്നാണ് പറയേണ്ടത്. ദേവസ്വം ബോർഡ്, കഴിഞ്ഞ ദേവസ്വം ബോർഡ്, ഇപ്പോൾ കാലാവധി കഴിഞ്ഞ ദേവസ്വം ബോർഡ്, അവർക്ക് കാലാവധി നീട്ടിക്കൊടുക്കില്ല എന്ന് വ്യക്തമായപ്പോൾ അവർ ശബരിമലയിൽ നിന്ന് പിൻവാങ്ങി. പുതിയ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിക്കാനും അംഗങ്ങൾ നിശ്ചയിക്കാനും വൈകുകയും ചെയ്തു. അവരുടെ സ്ഥാനാരോഹണമൊക്കെ നടക്കുന്നത് അത് നട തുറക്കുന്നതിൻ്റെ തലേന്നൊക്കെയാണ്. എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ് ശബരിമലയുടെ കാര്യത്തിൽ ഭരണാധികാരികൾ കാണിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം അടിയന്തരമായി രാജിവെച്ചു പോകേണ്ടതാണ്. അത്തരം സാഹചര്യമാണ് ഈ ശബരിമലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും പേര് വരുന്നത്? കൃത്യമാണ്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ശബരിമലയിൽ വരുന്ന ആളുകളുടെ എണ്ണം മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ഡിസംബർ മാസം 25-ാം തീയതി അല്ലെ 23-ാം തീയതി എത്ര പേര് ഇവിടെ വരും എന്ന് ഇപ്പോൾ കണക്കാക്കാലോ. അതിൽ എല്ലാം അതിൻ്റെ സ്ലോട്ട് മുഴുവൻ പൂർത്തീകരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. മാസങ്ങൾക്ക് മുമ്പ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആയതുകൊണ്ട് കുറേ കൂടി മുൻകരുതൽ എടുത്തുകൊണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ നിലയിൽ ഇപ്പോഴാണ് പലയിടത്തും ട്യൂബ് കെട്ടുന്നത്, ഇപ്പോഴാണ് പലയിടത്തും പൈപ്പ് ലൈൻ ഇടുന്നത്, ഇപ്പോഴാണ് ദ്രുതഗതിയിൽ വർക്ക് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ അതുകൊണ്ട് ഇത് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോധപൂർവമായ നീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ന്യായമായും സംശയിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. സാധാരണ ദേവസ്വം ബോർഡ് മന്ത്രിമാരൊക്കെ സന്നിധാനത്ത് വരാറുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്ന് യോഗം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ ഈ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടന്ന സമയത്ത് നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ കീർത്തിയും യശസ്സും ലോകം മുഴുവനും എത്തിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തിയത് എന്നായിരുന്നു അവകാശവാദം. സ്വാഭാവികമായി ലോകം മുഴുവൻ എത്തിയെങ്കിൽ ധാരാളം ഭക്തന്മാർ വരണമല്ലോ. അങ്ങനെ വരുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമല്ലോ. അതിനുവേണ്ടി എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ, ദർശനം കിട്ടാതെ ശപിച്ചുകൊണ്ട് പടിയിറങ്ങിയവരുടെ ശാപം, ആ ശാപം ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മുഴുവനും തലയിൽ ഇടിത്തിയായി വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊടും പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു ഭരണാധികാരികൾക്കും ഒരു ദേവസ്വം ബോർഡിനും ഒരു ഉത്തരവാദപ്പെട്ടവർക്കും യോജിച്ച കാര്യമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വാസി സമൂഹം പ്രതികരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം സംയമനത്തോടു കൂടിയാണ് അവർ, വ്രതത്തോടു കൂടിയാണ് ശബരിമലയിൽ വരുന്നത്. അതുകൊണ്ട് അവരെന്തുണ്ടെങ്കിലും സഹിക്കും എന്നുള്ളതാണ് അധികാരികളുടെ ഒരു ബലമെങ്കിൽ
അതിനെതിരായിട്ട് ശബരിമല എന്ന് പറയുന്ന ഈ വിശുദ്ധമായ പാവനമായ സങ്കേതം ഒരു സമരകേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയാണ്, അത്തരമൊരു സാഹചര്യം ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയാണ് ഈ ഭരണാധികാരികളൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ ഭക്തജനങ്ങൾക്ക്, വിശ്വാസി സമൂഹത്തിന്, ഹൈന്ദവ സംഘടനകൾക്ക് അതിന് നിർബന്ധിതമാകേണ്ടി വരും എന്നതാണ് സാഹചര്യം. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇവിടെ ഭക്തജനങ്ങൾക്ക് വിരിവ് വെക്കാനുള്ള സൗകര്യമില്ല, കുടിവെള്ളത്തിന് സൗകര്യമില്ല. ഇപ്പോൾ അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പുറത്തിറങ്ങിയാൽ തിരിച്ചവർക്ക് ക്യൂവിൽ കയറാൻ പറ്റില്ല. അവിടെ അതിനുള്ളിൽ അവർ സംഭവിക്കില്ല. അപ്പോൾ നിശ്ചയമായിട്ട് അവർക്ക് വെള്ളമെത്തിക്കണ്ടേ? എന്തുകൊണ്ടാണ് എത്തിക്കാതെ? നൂറുകണക്കിന് ആളുകളെ, പാർട്ടിക്കാരെ ദിവസ വേതനക്കാർ എന്ന നിലയിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവർക്കെന്താണ് ജോലി? കുടിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ? മറ്റെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? അത് പരിശോധിക്കപ്പെടുന്നുണ്ടോ? അവർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ടോ? മറ്റുദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെയൊക്കെ ഡ്യൂട്ടി എന്താണ്? ഇന്നലെ ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിച്ചപ്പോൾ NDRFൻ്റെ സംഘവും അതുപോലെ തന്നെ ദ്രുതകർമ്മസേനയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴാണോ വിവരം അറിയിക്കുന്നത്? അവർ ദ്രുതകർമ്മസേന അറിയിച്ചാൽ ദ്രുതവേഗത്തിലെത്തുന്നവരാണോ? ഫയർഫോഴ്സാണോ? എന്തുകൊണ്ടാണ് നേരത്തെ ആ കാര്യങ്ങൾ നടക്കാതിരുന്നത്? ശബരിമലയിൽ തിരക്കുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ല. അപ്പോൾ ഈ തിരക്കൊക്കെ നിയന്ത്രിച്ച് ക്രൗഡ് കൺട്രോൾ ചെയ്ത് കൃതഹസ്ഥരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്തുകൊണ്ടാണ് നടക്കുന്നത്? നേരത്തെ ശബരിമലയിൽ വന്നവർക്കറിയാം, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ₹1 പോലും വാങ്ങിക്കാതെ സൗജന്യമായി സേവനം നടത്തിയിരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഭക്തന്മാർക്ക് കയറുമ്പോൾ ക്ഷീണിക്കുമ്പോൾ അവർക്ക് വീശിക്കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു, ഔഷധ ജലം കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു, അവർക്ക് സൗജന്യമായ അന്നദാനം ഇവിടെ ഉണ്ടായിരുന്നു. ഭക്തന്മാർക്ക് വേണ്ടി സൗകര്യത്തിന്, പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, വ്യക്തികളും സംഘടനകളും ഉണ്ടായിരുന്നു. അയ്യപ്പസേവാ സംഘം പോലെയുള്ള, അയ്യപ്പസേവാ സമാജം പോലുള്ള നിരവധി സംഘടനകളുണ്ടായിരുന്നു. ഒന്നും ഒരു പ്രതിഫലവും ഇച്ഛിച്ചുകൊണ്ടല്ല ആ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത്തരം ആളുകളെല്ലാം സന്നിധാനത്തിൽ നിന്ന് പരിപൂർണമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? അങ്ങനെ സേവന പ്രവർത്തനം ചെയ്യാൻ സന്നദ്ധരായ, എവിടെയും അതുണ്ട്, ഏത് ക്ഷേത്ര സങ്കേതത്തിൽ ആളുകൾ കൂടുന്ന സ്ഥലത്തുമെല്ലാം സേവനം ചെയ്യുന്ന ആളുകൾക്ക് അത് അതിൻ്റെ ശബരിമലയുടെ സവിശേഷമായ സാഹചര്യത്തിൽ മുൻകരുതലുകളെല്ലാം എടുത്തുകൊണ്ട് എല്ലാ പരിശോധനയും പൂർത്തിയാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെയാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ് അത്തരം ആളുകളെ അടുപ്പിക്കാത്തത് എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഇവിടെ നേരത്തെ സേവനം ചെയ്തിരുന്ന ആരോഗ്യ പ്രവർത്തകന്മാരെ പോലും, അമൃതാനന്ദമയി മിഷന്റെ ആശുപത്രിയിലുള്ള ഡോക്ടർമാരെയും നഴ്സുമാരും ഉൾപ്പെടെ സൗജന്യമായി സേവനം നടത്തിയിരുന്ന ആളുകൾ പോലും അവരെ സേവനം ചെയ്യാൻ അനുവദിക്കുന്നില്ല വർഷങ്ങളായിട്ട്. എന്നാൽ അതിന് പകരമായിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇന്നലെ നടന്ന ദാരുണമായ മരണങ്ങളൊക്കെ തത്സമയം ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ഒരു കുരുതിയാണ് നടക്കുന്നത്. ഇത് അനീതിയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് പുനർവിചിന്തനം നടത്തിയിട്ട് ചെയ്യേണ്ടതെന്തോ അടിയന്തരമായി ചെയ്യണം. ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം. തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഇടപെടാത്തത് എന്നാണ് ഒരു ഭാഷ്യം. ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്, സീസൺ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആസൂത്രണം എന്തുകൊണ്ട് കൃത്യമായി നടത്തിയില്ല എന്നതാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യം ഇനി ഇതുപോലുള്ള സാഹചര്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഇന്ന് തന്നെ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന ഭക്തന്മാർക്ക് നേരെ നടന്ന ഉപദ്രവങ്ങൾ, കയ്യേറ്റങ്ങൾ, അവർക്ക് ദർശനം നടത്താൻ കഴിയാതെ അവരെ തിരിച്ചുവിട്ടത്, അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നത്, ഈ ഒരു സാഹചര്യം, പ്രതിഷേധാർഹമായ ഈ സാഹചര്യം ഭക്തജനങ്ങൾക്കിടയിൽ, വിശ്വാസി സമൂഹത്തിനിടയിൽ വലിയ അമർഷം ഉളവാക്കിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തിന് മുമ്പിലും കളക്ടറേറ്റുകൾക്ക് മുമ്പിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള എല്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഭക്തജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും, നാമജപ പ്രതിഷേധം ഉണ്ടാവും. ദേവസ്വം ബോർഡ് മന്ത്രിയുടെ വീട്ടിലേക്ക്
പ്രതിഷേധമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധം ഭക്തജനങ്ങൾ നടത്തേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. മണ്ഡലകാലം എന്ന് പറയുന്നത് ആത്മീയമായ സംവർദ്ധനം ഉണ്ടാകേണ്ടുന്ന ഒരു കാലമാണ്. അത് ശാന്തിയും പരിശുദ്ധിയും കളിയാടുന്ന ഒരു കാലമാണ്. ഐക്യവും ഒരുമയും ഉണ്ടാകേണ്ടുന്ന ഒരു കാലമാണ്. അതിനെ സംഘർഷപൂരിതമാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ വരുമാനം ഉണ്ടാക്കി തരുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തു നിന്ന് വരാനിടയാക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവസരത്തിന് ഉയരാൻ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ പല മേഖലകളിൽ ഇന്നലെ അപകടം വരുന്ന സമയത്താണ് മനസ്സിലായത്. ഞങ്ങളോട് ആളുകൾ അവിടെ നിന്ന് പറയായിരുന്നു, ഒരാൾ വീഴുന്ന സമയത്ത് ആ വീഴുന്ന ആളെ പെട്ടെന്ന് തന്നെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ, അതിനുള്ള സംവിധാനം, അതിന് ഡ്യൂട്ടിക്കാളില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അതൊക്കെ അടിയന്തര പ്രാധാന്യമുള്ളതാണ്. ചിലപ്പോ ഇതിന്റെ ചുമതലപ്പെട്ടതിലിരിക്കുന്നവർക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ അത്തരം കാര്യങ്ങളാണ് ജീവൻ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ നല്ല കാറ്റുള്ള സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അടിയന്തര വൈദ്യസഹായത്തിനുള്ള ഒരു സംവിധാനവും കണ്ടില്ല. ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കോവിഡാനന്തര കാലത്ത് വളരെ വേഗം ആളുകൾക്ക് ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു പൊതു സാഹചര്യമാണ്. ശബരിമല പോലുള്ള സ്ഥലത്ത് വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഉത്തരവാദപ്പെട്ടവരുടെ അടിയന്തരമായ കർത്തവ്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ വലിയ വീഴ്ചകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പൊതു സാഹചര്യം ഇന്നലെ കൊണ്ട് ലോകം മുഴുവൻ മനസ്സിലാക്കിയതാണ് ശബരിമലയിലെ ദയനീയമായ പരിതാപകരമായ സാഹചര്യം എന്താണ്, ഭക്തജനങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അടിയന്തരമായ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം അവരാണ് ഇത് ചെയ്യേണ്ടത്, അവരാണ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്, അവരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, പാർട്ടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ആര് വരണം ആര് പോകണം എന്നൊക്കെ, ഇതൊക്കെ ഈ സാഹചര്യമൊക്കെ ഇവിടെയുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിന് ശേഷം ഇവിടെ നടന്ന കാര്യങ്ങൾ, അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന ചീഞ്ഞ വാർത്തകൾ, അതൊക്കെ കൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതിച്ഛായയാണ് ഈ ഭരിക്കുന്നവരെ കൊണ്ട് ഈ ആരാധനാലയത്തിന്, പരിശുദ്ധമായ ഈ ആരാധനാലയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാക്കം കൂട്ടുന്ന രീതിയിലാണ്. വന്നവർ ഇനി വരില്ല. പല ഭക്തന്മാരും വിളിച്ചു പറയുന്നുണ്ട് ചാനലുകാർ, ഞങ്ങളിനി ഇങ്ങോട്ട് ഇല്ല എന്ന്. അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെയല്ല ശബരിമല എന്നാലും ഉണ്ടായിരുന്നത്. എനിക്കിനിയും വരണം. ഇവിടുത്തെ പ്രശാന്തമായ, ഇവിടുത്തെ കാനന ഭംഗി ഉൾക്കൊണ്ടുകൊണ്ടുള്ള, ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തത്രയുള്ള പരിശുദ്ധമായ ശാന്തമായ ശബരിമലയിലെ അന്തരീക്ഷം വന്നവരെ വീണ്ടും വലിച്ചെടുപ്പിക്കുന്ന അലൗകികമായ കാന്തികമായ ഒരു ആകർഷണം ശബരിമലക്കുണ്ടായിരുന്നു. അത് നശിപ്പിക്കരുത്. അത് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് സംശയിക്കുന്നു. ക്ഷേത്രത്തിന്റെ ചൈതന്യം ഇല്ലാതാക്കാൻ വേണ്ടി ദുരൂഹവും അതുപോലെ തന്നെ ഗൂഢവുമായ പല പരിശ്രമങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. അത് പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നുള്ള നിലക്കാണോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഹിന്ദു ഐക്യവേദി അതിശക്തമായി ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം യാദൃശ്ചികമാണെന്ന് കരുതൽ വയ്യ. കാരണം സ്ത്രീ പ്രവേശം ഉണ്ടാകുമ്പോൾ വലിയ വിവാദമായി, തൃശ്ശൂർ പൂരം വിവാദമാകുന്നു. കഴിഞ്ഞതിന്റെ തൊട്ട് മുൻപിലത്തെ, അതായത് MR അജിത്കുമാറിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ ഭക്തർക്ക് നിലയ്ക്കുന്ന ഉൾപ്പെടെ കുട്ടികൾക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യം, ഇന്നത്തെ സംഭവം, ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഗുണം കിട്ടുന്നത് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കുമെന്നാണ് പൊതുവിൽ ഒരു വിമർശനം വരുന്നത്. ഇന്നലെ സംഭവിച്ചതും അങ്ങനെയാണ്. ഇതെല്ലാം യാദൃശ്ചികമെന്ന് കരുതുക തരമുണ്ട്. എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. CPM-കാർ ഇതൊക്കെ ചെയ്യുന്നത് BJPക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് എന്ന ചിന്ത, ആ ചിന്തയുടെ വേരെവിടെയാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇത് ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ്, വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ്, വിശ്വാസത്തെ തകർക്കാനാണ്, ആരെങ്കിലും രക്ഷിക്കാനാണെന്ന് വിചാരിക്കുന്നില്ല. ഈ കാലാവധി നീട്ടി കിട്ടാതെ പോയ പഴയ ദേവസ്വം ഭരണസമിതി ദീർഘകാലം അട്ടിമറിച്ചു, അങ്ങനെയാണ് അങ്ങനെ സംശയിക്കണം. കാരണം
കാലാവധി നീട്ടി കിട്ടുമോ എന്ന് നോക്കിയല്ല, എത്രാം തീയതി വരെയാണ് കാലാവധി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ബോർഡംഗങ്ങൾ, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അവരിറങ്ങുന്നത് വരെ അവരുടെ ഉത്തരവാദിത്തം. അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളോ വരാൻ പോകുന്ന കാര്യങ്ങളോ നോക്കിയല്ല അവർക്ക് അറിയുകയും ചെയ്യേണ്ടത്. വ്യക്തമാവുന്നത് അത്തരം ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഈ വിവാദമൊക്കെ വന്നപ്പോൾ ആരും കൂടി അറിയില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല, ചെയ്യേണ്ടത് ചെയ്യാത്തതിന്റെ പരിണതഫലമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് ഒരു അന്വേഷണം നടത്താതെ തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യം. കഴിഞ്ഞ ബോർഡിൽ പത്രസമ്മേളനം നടത്തി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറയുന്നു ക്രമീകരണങ്ങളിൽ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. ഇത് ബോർഡുകൾ തമ്മിലുള്ളൊരു തർക്കത്തിലേക്ക് പോവുകയാണോ? അല്ല, അത്തരം മൂപ്പിടമ തർക്കങ്ങളിൽ നമുക്ക് താല്പര്യമില്ല. നമുക്ക് വേണ്ടത് ഭക്തജനങ്ങൾക്ക് സൗകര്യമാണ്. അവര് നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം പൂർത്തിയെന്ന് പറയും. അതാരാ ഖണ്ഡിക്കുന്നത്? അത് ന്യായീകരിക്കേണ്ട ആളുകൾ തന്നെയാണ്, അതിനെ സാധൂകരിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? അപ്പോ വിമർശനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് ബന്ധപ്പെട്ടവർ തന്നെ നേരത്തെ മുൻകൂറായി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ആരോപണമായി ഉന്നയിക്കുന്നില്ല, വസ്തുതകൾ വിശദീകരിക്കുന്നതാണ്. ഏറ്റവും ചുമതലപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറയും ഒറ്റപ്പെട്ട വീഴ്ച എന്നൊക്കെ പറയും. പക്ഷെ ഒരു 1000 തവണയെങ്കിലും ഒറ്റപ്പെട്ട വീഴ്ച ശബരിമലയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും പറയുന്നത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പരിഹരിക്കുന്നു. പക്ഷെ അനുഭവിക്കുന്നവർ അനുഭവിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും ഇവിടുത്തെ ആചാരം അനുസരിച്ച് ഇപ്പോൾ 9 വയസ്സുള്ള ഒരു കുട്ടി ഒരു മുദ്ര ധരിച്ചു വന്നു. ആ കുട്ടിക്ക് ദർശനം കിട്ടിയില്ല, തിരിച്ചുപോയി. ഇനി ആ കുട്ടി ശബരിമല വരണമെങ്കിൽ 40-41 കൊല്ലം കാത്തിരിക്കും. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്ന നിരവധി കുട്ടികളെ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്നതല്ലല്ലോ ശബരിമല തിരിച്ചു പോകുന്നത്. കാരണം ഇതിനുവേണ്ടി എടുക്കുന്ന വ്രതം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തപസ്സിന് തുല്യമായിട്ടുള്ള അവരുടെ ജീവിതം, അതിനനുസൃതമായി അവർ ആചരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനമായിട്ടാണ് ഭഗവാനെ ദർശിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ വരുന്നത്. അല്ലാതെ നമ്മളേതെങ്കിലും മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെ രാവിലെ തീരുമാനിച്ച് വണ്ടി എടുത്ത് നേരെ പോവുകയല്ലല്ലോ ശബരിമലയിലെ കാര്യത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇവർ പരിഗണിക്കേണ്ട കാര്യമല്ല. PRD ഇന്നലെ പുറത്തുവിട്ട കണക്കനുസരിച്ചാണെങ്കിൽ 75,000 പേരെന്നുള്ള സംഖ്യയാണ് പറയുന്നത്. ഈ 75,000 അന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ഒരു വലിയ സംഖ്യയല്ല. പക്ഷെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളതിൽ ചില വിമർശനം വരുന്നത് അല്ലെങ്കിൽ ആരോപണം വരുന്നത് ഈ വിർച്വൽ ക്യൂവിൽ തന്നെ ചില തിരിമറികൾ നടന്നു എന്ന ഒരു ആരോപണം, നിലയ്ക്കൽ നിന്ന് വ്യക്തമായി ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിട്ടു എന്നുള്ള ഒരു ആരോപണം. എന്താണെന്ന് കരുതുന്നതിൽ അങ്ങ് അന്വേഷണത്തിന്റെ കാര്യം പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി ഒരു ആഴത്തിൽ പരിശോധിച്ചാൽ അല്ല, അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തും. ഇന്നലെ യഥാർത്ഥത്തിൽ എത്ര പേരാണ് ദർശനം നടത്തിയത്, വെർച്വൽ ക്യൂ വഴി എത്ര പേരാണ് വന്നത്, സ്പോട്ടിലൂടെ എത്രയാണ് വന്നത്, ഇതൊന്നുമല്ല സിവിൽ ദർശനമായിട്ട് എത്രയാണ് വന്നത്, അതൊക്കെ കണക്കുണ്ടാവും. ആ കണക്ക് ഈ പറയുന്ന കണക്കിന്റെ 7 അരയത്ത് പോലും എത്താത്ത കണക്കാണ്. ഈ ആഭ്യന്തര വകുപ്പ് ഇപ്പൊ ഈ സീസണിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 500 പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചു എന്നാണ് ADGP ഇന്നലെ സൂചിപ്പിച്ചത്. പക്ഷെ ഇന്നലെ വലിയ തിരക്കുണ്ടായിരുന്നപ്പോൾ പോലും വലിയ നടപ്പന്തലിന് തൊട്ടു മുന്നിൽ ജീപ്പ് റോഡ് വഴി ആൾക്കാർ കുതിച്ചെത്തിയപ്പോൾ പോലും തടയാൻ ഒരു 10-20 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും കണ്ട കാര്യം. അതെ, ആ സ്ഥിതിക്ക് ആഭ്യന്തര വകുപ്പിന്റെ കൂടി വീഴ്ചയല്ലേ അക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്? ആ കാര്യത്തിൽ എന്തെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഹിന്ദു ഐക്യവേദി ശ്രമിക്കുമോ? അതല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തിയുള്ള സമര പരിപാടികൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, അതനുസരിച്ചുള്ള നിവേദനങ്ങൾ, അല്ലെങ്കിൽ ഇതൊരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. കാരണം ബാരിക്കേഡിനകത്തും 6 മണിക്കൂർ ഭക്ഷണവും ലഘുഭക്ഷണവും കിട്ടാതെ വെളിയിൽ ഇറങ്ങാൻ കഴിയാതെ ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് പോലീസ് കയറ്റില്ല. ആ ഒരു സ്ഥിതിക്ക് പരമാവധി ക്യൂ നിൽക്കാതെ ആൾക്കാരെ എത്തിക്കുന്ന രീതിയിൽ സർക്കാരിനെ കൊണ്ട് നിലപാടെടുക്കാൻ അല്ലെങ്കിൽ ക്രമീകരണം ഏർപ്പെടുത്താൻ എന്ത് നിലപാടായിരിക്കും? ഇതിലിപ്പോ തീരെ ക്യൂ നിൽക്കാതെ എത്താൻ പറ്റുമെന്ന് പറയുന്നത് അപ്രായോഗികമാണ്. ക്യൂ നിൽക്കേണ്ടത് ചെയ്യേണ്ടത് ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് മിനിമം കുടിവെള്ളം, അതുപോലെ കഴിഞ്ഞ വർഷം അതിശക്തമായ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തിരുന്നവർക്ക് ചെറിയ ബിസ്ക്കറ്റ് അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുക, കുട്ടികൾക്കൊക്കെ ആ സമയത്ത് അത് അത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. എന്തിനാണ് ഈ ഒരു ദുരന്തവും അതുപോലെ ദുരിതവും വരുന്നതും വിമർശനം വരുന്നതും വരെ കാത്തു നിൽക്കേണ്ടത്? അതൊക്കെ നേരത്തെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നലെ കണ്ടില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് ക്യൂ ഉണ്ടാവും. പക്ഷെ ഇന്നലത്തെ ക്യൂ ഒക്കെ അസാധാരണമായ ഒരു ക്യൂ ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ക്യൂ ഉണ്ടാകാം, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നിൽക്കാൻ ആളുകൾ തയ്യാറാണ്. ശബരിമലയിൽ വരുന്ന സമയത്ത് ക്യൂ നിൽക്കുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് മാനസികമായി തയ്യാറായിട്ടാണ് വരുന്നത്. പക്ഷേ ആ ക്യൂവിൽ നിൽക്കുന്നത് ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലാണെങ്കിൽ അവർക്ക് പ്രതിഷേധിച്ചേ പറ്റും. അതുകൊണ്ട് പോലീസാണെങ്കിലും മറ്റ് വിഭാഗങ്ങളാണെങ്കിലും അവർ തമ്മിലുള്ള പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും, അവർ തമ്മിലുള്ള ചർച്ചയില്ലായ്മ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കോർഡിനേഷൻ ആര് നടത്തും? അതാണ് പ്രധാനം. ആരാണ് ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ? അതിന്റെ ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? അത്തരം ആളുകൾ ഇവിടെ ഉണ്ടോ? ഇതിനെല്ലാം സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ചുമതലപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടോ? അതാരാണ്? അത് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്നത് അത്തരം ഒരു കോർഡിനേഷൻ ഇവിടെ ഇല്ലെന്നുള്ളതാണ്. അത് എല്ലാവർക്കും ബോധ്യമാണ്. മറ്റൊരു കാര്യങ്ങളുടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. താങ്കൾ കരുതുന്നുണ്ട് ഇത് പര്യാപ്തമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ വരവ് ആവശ്യമുണ്ട്? ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം അതിശക്തമായ പ്രതിഷേധത്തെ തുറന്നു, ഒറ്റപ്പെടലിനെ തുറന്നു സാമാന്യം മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ നിലച്ചിരിക്കുകയാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നു. അപ്പൊ അതുകൊണ്ട് എൻ വാസുവിന്റെ കാലം വരെ അല്ലല്ലോ, അതിന് ശേഷവും കാലമുണ്ടല്ലോ, അതിനുശേഷം പലതും സംഭവിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വ്യക്തമായിട്ടുണ്ടല്ലോ. അന്വേഷണ സംഘത്തിന് തന്നെ വിവരം കിട്ടിയിരുന്നല്ലോ. തുറന്നു വന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ടല്ലോ. അതൊക്കെ മൊഴികളായി മറ്റും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം എവിടെയാണ് എത്തി നിൽക്കുക എന്നതിനെ സംബന്ധിച്ച് ഹിന്ദു സംഘടനകൾ അവരുടെ ആശങ്ക നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇത് വനസ്രാവുകളിലേക്ക് എത്തില്ല, ഇത് ഇപ്പോഴത്തെ ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ കുറയുമ്പോൾ അന്വേഷണം നിലക്കും എന്ന് പറഞ്ഞതാണ്. ആ പ്രവചനം ശരിയായിരുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം നിലച്ചിരിക്കുകയാണ്, കാര്യമായൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. തെരഞ്ഞെടുപ്പ് കാലം വരെ ഒരു തരത്തിലും ഈ കാര്യത്തിൽ അന്വേഷണം എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടാകുന്ന പ്രതീക്ഷിച്ചുകൂടാ. ആദ്യം തന്നെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ് തന്നെയാണ്. കാരണം ഇതിൽ പലതരത്തിലുള്ള രാജ്യാന്തര തലത്തിലുള്ള ബന്ധം പോലും ഈ കേസിലുണ്ട് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയാണ്. തമിഴ്നാട്ടിലൊക്കെ നടന്നതുപോലെ വിഗ്രഹ കൊള്ള നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വൻ റാക്കറ്റുകൾ നമ്മുടെ രാജ്യത്ത് പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം റാക്കറ്റുകളുടെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയാണ് പറഞ്ഞത്. അത് ഇവിടുത്തെ SIT അന്വേഷണത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യത്തിന് മാത്രം ഒതുങ്ങുന്നതല്ല, രാജ്യത്തിന് പുറത്തേക്കും പോകുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതി സംശയം പ്രകടിപ്പിക്കുന്നത് വെറുതെ പ്രകടിപ്പിക്കില്ലല്ലോ. ബഹുമാനപ്പെട്ട കോടതിക്ക് അത്തരം വിവരങ്ങൾ കിട്ടാതെ പറയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ അന്വേഷണം അപര്യാപ്തമാണെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അന്വേഷണം അത് നിലച്ചിരിക്കുകയാണ്, അതിനെ സ്തംഭിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. സത്യം പുറത്തു വരണമെന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുകയാണ്, വിശ്വാസ സമൂഹം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിഷ്പക്ഷമായ സത്യസന്ധമായ അന്വേഷണം മികവുള്ള CBI തന്നെ ഈ കാര്യം അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതി തന്നെ അതിന് ഉത്തരവിടേണ്ടതുണ്ട്. സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നുള്ളതുകൊണ്ട് കോടതി തന്നെ അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. ഒന്നുകിൽ ഒരു 6 മാസത്തിന് മുമ്പെങ്കിലും ഒന്നുകിൽ നിലവിലുള്ള ബോർഡിന്റെ കാലാവധി 6 മാസം നീട്ടി കൊടുക്കുക, എന്നിട്ട് 2.5 കൊല്ലമാക്കുക. എന്നിട്ട് 2.5 കൊല്ലമാക്കിയിട്ട് സീസൺ ആരംഭിക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ പുതിയ ബോർഡ് ഏറ്റെടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ട് കാര്യമാണ്. തീർത്ഥാടനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മാറുക എന്ന് പറയുമ്പോൾ പഴയ ആളുകൾക്ക് തിരിച്ചുകൊണ്ട മൂടായിരിക്കും, പുതിയ ആളുകൾക്ക് ഒന്നും മനസ്സിലാകാത്ത സാഹചര്യമായിരിക്കും. തീർത്ഥാടനം എല്ലാ വർഷവും അനുകൂലപ്പെടുത്തുന്നതിന്റെ ഓരോ 2 വർഷത്തിൽ ഒരിക്കൽ കൂടുതൽ അനുകൂലപ്പെടുത്തുന്നതിന്റെ ഒരു കാരണം അതാണ്.